അതായത് രാത്രിയാവുമ്പോ ഇപ്പൊ എന്താ പറയണത്, കമ്മീഷണർ അഴിഞ്ഞാടി അല്ലെ എന്നല്ലേ പറയണത്. എപ്പോ പൊത്ത് തലേ ദിവസം രാത്രി തൊട്ട് കമ്മീഷണർ അഴിഞ്ഞാടിയാണ്. എപ്പോ വരെ? പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്ത് 7:30 വരെ കമ്മീഷണർ അഴിഞ്ഞാടിയാണ്. 2 മന്ത്രിമാര് തൃശ്ശൂർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവര് രണ്ടുപേരും ഈ കമ്മീഷണർ അഴിഞ്ഞാടുന്ന അറിഞ്ഞില്ലേ? എന്റെ ചോദ്യമാണ്. അറിഞ്ഞില്ല. കമ്മീഷണർ അഴിഞ്ഞാടിക്കൊണ്ടേയിരുന്നു. ഇനി ADGP സ്ഥലത്തുണ്ട്. ADGP അറിഞ്ഞില്ലേ കമ്മീഷണർ അഴിഞ്ഞാടുന്നു? ഇനി മുഖ്യമന്ത്രി എന്നുള്ള ഒരാളുണ്ടല്ലോ കേരളത്തിൽ, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആള്, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഇന്റലിജൻസിന്റെ ചുമതലയുള്ള ആള്. ഈ മനുഷ്യനെ അറിഞ്ഞില്ല ഈ കമ്മീഷണർ അഴിഞ്ഞാടുന്നത്? പിറ്റേ ദിവസം വെളുപ്പിനാണ് അറിയുന്നത്. അതിനേക്കാൾ മുമ്പ് ഞാൻ അറിഞ്ഞല്ലോ. എനിക്ക് ഇന്റലിജൻസ് സ്പെഷ്യൽ സംവിധാനവും ഇല്ലല്ലോ. എന്നെ ആളുകൾ ഫോൺ ചെയ്ത് പറഞ്ഞു ഇങ്ങനെ ഇയാളുടെ ഭയങ്കര കുഴപ്പമുണ്ടാക്കുമെന്ന്. ഞാൻ അയാളെ ഫോണിൽ വിളിച്ചിട്ട് കുറെ ട്രൈ നോക്കി കിട്ടുന്നില്ല ആളെ. എന്താ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി കമ്മീഷണർ നേരിട്ട്. എന്നിട്ട് ഈ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്ത് 7:30-ക്കാണ് അറിഞ്ഞത്. ഒരു കമ്മീഷണർ, ഒരു പോലീസ് കമ്മീഷണർ രാത്രി മുഴുവൻ അഴിഞ്ഞാടിയിട്ട്. ഇത് നാടകമോ, പ്ലോട്ടാണ്, സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലോട്ടാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല LDF കൺവീനർ എന്ന് പറയുക. മിടുക്കന്മാര് സ്ഥാനാർത്ഥികൾ. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയുടെയും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുടെ പേരാ കൂടുതലുണ്ട്. ഗോവിന്ദൻ പറയുക ഗുജറാത്ത് BJP തൂത്തുവാരോട്ടാണ്. അമിത്ഷാ അല്ല പറഞ്ഞത്, ഗോവിന്ദൻ പറയും ഗുജറാത്ത് തൂത്തുവാരും, BJP തൂത്തുവാരും. എന്തൊരു സന്തോഷം അത് പറയുമ്പോ. അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് ഏറ്റവും ബെസ്റ്റ് NDA ആണ്. നല്ല സൗഹൃദമായിട്ട് പോകാം. നമുക്കാണെങ്കിൽ ഈ ഒരേപോലെ ഇരിക്കുന്ന രണ്ടുപേരെ ഒരുമിച്ച് നേരിടണ്ടല്ലോ, രണ്ടായിട്ട് നേരിടണ്ടല്ലോ, ഒരുമിച്ച് നേരിട്ടാൽ പോലെ.